നമ്മുടെ ഭൂതകാലം നമ്മോട് എന്തൊക്കെ മന്ത്രിച്ചാലും, നമ്മുടെ ഭൂതകാലം എന്ത് തന്നെയായിരുന്നാലും, നമ്മുടെ ഭൂതകാലമാണ് യേശു നമ്മിൽ ജനിക്കാൻ കാരണം. ഒരു നല്ല ജീവിതം നയിക്കാനായി ഒരു നല്ല തൊഴിൽ തെരഞ്ഞെടുത്ത ഒരു മിടുക്കിയായ ബിസിനസ്സുകാരി എന്ന നിലയിൽ രാഘാബിനെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ രാഘാബ് ആഴത്തിൽ തകർക്കപ്പെട്ട കുട്ടിക്കാലത്തെ ആഘാതം നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാവും വന്നത്. ഒരു രാത്രിക്ക് അടുത്ത രാത്രിയിലോ നിരാശാജനകമായ തെരഞ്ഞെടുപ്പിന് അപ്പുറമുള്ള തെരഞ്ഞെടുപ്പിൽ അവൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഒരു ജീവിതമായി അവളുടെ ജീവിതം മാറിക്കാണും. രാഘാബ് എന്ത് ശബ്ദമാണ് കേട്ടത്? അപലപിക്കൽ, ഭയം, ലജ്ജ, യോഗ്യതയില്ലായ്മ, വളരെയധികം തെറ്റുകൾ, വളരെയധികം ഖേദം, മാറ്റത്തിന് വളരെ വൈകി. സന്തോഷകരമായ ഒരു വാർത്ത, നമ്മുടെ ഭൂതകാലം ഒരിക്കലും ദൈവത്തിന്റെ രക്ഷ നേടാനോ അതിൽ നിന്ന് നമ്മെ അകറ്റാനോ പര്യാപ്തമല്ല. എഫേസ്യർ 2:19 ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹ പൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും. നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ ഭൂതകാലത്തെ ദൈവം ഉപയോഗിക്കുന്നു. ദൈവം നമ്മുടെ ഭൂതകാലങ്ങളിൽ ജീവിക്കുന്നവരെ നമ്മിലൂടെ പുനർനിർമ്മിക്കും. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്.